ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പൊ പണ്ട് നമ്മൾ പോലീസ് കഥാപാത്രം എന്ന് ഓർക്കുമ്പോൾ സുരേഷ് ചേട്ടനെയായിരുന്നു ഓർക്കുന്നത്. ഇപ്പൊ അത് വിജയേട്ടനിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് കോൺഷ്യസ് ആയിട്ട് എടുക്കുന്നതാണോ അതോ അത് ചെയ്യാൻ നല്ല ഇഷ്ടമായിട്ട് ചെയ്യുന്നതാണോ? ഇത് ആക്ച്വലി സംഭവിച്ചു പോകുന്നതാണ്. തുടക്കത്തിൽ ശ്രദ്ധിക്കാതെ അന്ന് കിട്ടുന്ന കഥാപാത്രങ്ങൾ ചെയ്തു പോയിട്ട് ഇപ്പോൾ അന്നത്തെ നമ്മുടെ ഒരു അപ്പിയറൻസും ഒരു സീരിയസ് റോൾസുമാണ് കൂടുതൽ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് സപ്പോർട്ടീവ് പോലീസ് ക്യാരക്ടേഴ്സ് റോൾസ് വന്നിരുന്നു. പിന്നെ സിനിമയിൽ കൂടുതൽ ഓപ്ഷന് പോവാതെ ഒരാൾ ഒരു ക്യാരക്ടർ ചെയ്തത് വർക്കൗട്ടായിട്ട് നാച്ചുറലി അയാളെ ഇതിന് വിളിക്കും. അങ്ങനെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നെ ഒരു ക്ലീഷയായിട്ട് കുറേ ആൾ അതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. പിന്നെ വീണ്ടും അത് തുടങ്ങിയത് അനുരാഗ് കരിക്കമ്പള്ള ഞാനും ആസിയായിട്ട് ചെയ്തതിന് ശേഷമാണ്. പിന്നെ പോലീസ് ക്യാരക്ടേഴ്സ് വരും, പലത് ഒഴിവാക്കാൻ നോക്കും. പക്ഷേ ചില കഥകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും ചെയ്യാനായിട്ട്. അപ്പം അതിന് ആ സമയത്ത് കൂടുതൽ ഇഷ്ടം കഥയോട് വരുമ്പോൾ ആ ഒരു വേഷത്തെ പറ്റി അധികം ബോധപ്പെടാതിരിക്കും. അതുപോലെ തന്നെ അയ്യപ്പൻ കോശിയിലൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ഈഗോസ്റ്റിക് ഒരു ഇതുണ്ടല്ലോ, അതുപോലെ തന്നെയാണോ പോലീസിലുള്ള ഒരു ഈഗോസ്റ്റിക് ഇതാണോ ഈ കഥ പറയുന്നത്? ട്രെയിലർ വന്നപ്പം അങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നു. ഇതൊരു ഈഗോ ബേസ്ഡ് സിനിമയല്ല ആക്ച്വലി. ഇതൊരു പക്ക ഒരു പോലീസ് പ്രൊസീജിയറാണ്. രണ്ടുപേരും വർക്ക് ചെയ്യുന്ന പോലീസിലാണെന്ന് എഴുതും. ഒരു ഇൻവെസ്റ്റിഗേഷനാണ്, തറോ ഇൻവെസ്റ്റിഗേഷനാണ്, ത്രില്ലിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ. ഇതെല്ലാ ഒരു സീനിൽ നടന്ന സീനിലേക്ക് എന്താണെന്ന് നടക്കാൻ പോകുന്നത് നമുക്ക് കഥ കേട്ടപ്പോൾ ഉണ്ടായിരുന്ന അതേ ആകാംക്ഷ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ മേക്ക് ചെയ്യുന്നത് തന്നെയാണ് വിശ്വാസം.